എന്താ എടുക്കാത്തത്? ഫോണും കൊണ്ടുവച്ച് പലയിടത്തും പോയി നിൽക്കും. ഒരു രക്ഷയില്ലെന്നേ. എന്തെങ്കിലും സംസാരിക്കാം. വിളിക്കും. ഇടി, നീ എവിടേക്ക് കഴി? എത്ര പ്രാവശ്യം വിളിക്കണം? വാങ്ങിട്ട് എവിടെയാ? ഇത് നമ്മളെ സീക്രട്ട് പ്ലേസ് എവിടെയാണ്? അവിടെ തന്നെ ഞാൻ നിൽക്കുന്നത്. നീ വാ. ഓ, ഒരു കാര്യം സംസാരിക്കണ എന്തൊക്കെ പെടാപ്പാട് വേണമെന്നോ. എവിടെ പോയി കിടന്ന്? എന്തോ നിനക്ക് പണിയെടുക്കാനും സമ്മതിക്കൂല്ലേ? എന്താ വേണ്ടെന്നാ? ഫോൺ കാത്ത്. ഫോൺ എന്റെ കൈ കൊണ്ട് നടക്കാൻ പറ്റുമോ? ഫോൺ റൂമിലിരിക്കായിരുന്നു. ബെല്ലടിക്കണിട്ട് പാറോ കൊണ്ടെത്തന്നെ. പാറുവാടാ? ആ, സംസാരിക്കണ കേട്ടാ? ആ, കേട്ട് കാണും. തോലച്ച് എന്തോന്നാ വേണ്ടെന്ന് പറ. എന്താ? എനിക്ക് വയ്യത്. എന്ത് എന്തോട്ടെ? നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? കേക്കണോ പറയണത്? ആ, എന്നാ പറഞ്ഞു കൊടുക്ക്, കേക്കട്ടെ. ഒന്നും പറയാൻ പറ്റിയില്ല. അതിന് മകള് കയറി വന്നില്ലേ? മകള് ചെല്ലു ഇപ്പോ. അയ്യോ അയ്യോ, വാടിച്ചു പോയേ അതോട്ട് പോ. ചാത്ത് പോണോ കുണുങ്ങി കുണുങ്ങി? എന്ത് വിഷ്ണുവിന്റെ കാര്യം വല്ലതും പറയാനായിരിക്കും അല്ലേ? ഓഹോ, അപ്പൊ വിഷ്ണുവിന്റെ കാര്യം എനിക്ക് പറയാൻ പറ്റില്ല. അപ്പൊ വിഷ്ണുവിന്റെ കാര്യം ഇതൊന്നും പറയാൻ വേണ്ട. പറയുമ്പോൾ അവൻ ആരാണ് ഞാൻ അല്ലേ? അവൻ ഇനി മേലാല് വിഷ്ണു കാര്യം ഒരു കാര്യം ഞാൻ സംസാരിക്കില്ല. വിഷ്ണു കാര്യം എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് പറയുകയും ചെയ്യരുത് കേട്ടാ. ഞാൻ പോണു. അവിടെ നില്ലേ, പറ എന്താണ്? ടേസ്റ്റായി. അപ്പം കാര്യം പറയാൻ താല്പര്യമുണ്ട്. അതിന് അവിടെ ഇരിക്കോ? അടുത്തത് എന്താണ്? അമ്മ, ചെമ്പാവരി ഇരിപ്പുണ്ട്, വെള്ളരി ഇരിപ്പുണ്ട്. ഏതിടണം? രണ്ടും കൂടെ ഒരുമിച്ചിട്. ഏതെങ്കിലും അരി എടുത്ത് ചോദിച്ചേ. എന്തൊരു സംശയം ചോദിക്കാൻ അമ്മ അമ്മ പറയുന്നത് വിളിച്ചോണ്ട് വരും. ഒരു കാര്യം പറയാൻ സമ്മതിക്കില്ല. അല്ല, നിങ്ങളെന്താ ഇവിടെ നിൽക്കണേ? പറഞ്ഞോട്. നീ ഇപ്പൊ ചോദിച്ചോണ്ട് വന്നില്ലേ ഏത് അരി ഇടണമെന്ന്? ഇവിടെ ചോദിച്ചു. ഇപ്പൊ ചോദിക്കാറ് ഏത് അരി ഇടണമെന്ന്. ചമ്പാവരി വേണോ, പച്ചരി ഇടണോ, ചാക്കരി ഇടണമെന്ന്. അത് പിന്നെ അങ്ങനെ ആവട്ടെ. അറിയണ്ടേ ഏതരി ഇടണ്ടേന്ന് അറിയണ്ടേ? പറഞ്ഞ എന്നാ പറഞ്ഞു കൊടുക്ക്. സത്യം പറഞ്ഞാൽ നീ ഒരു വായിക്കരി എന്നാണ് പറയേണ്ടത്. ഞാൻ ഇപ്പൊ പറയുന്നില്ല. ചെല്ലേ, നിങ്ങൾ സംസാരിച്ചോ, ഞാൻ പോയി തരാം. പറ. അല്ല, നിങ്ങൾ പറയാമെന്ന് എന്താന്ന് വെച്ചാ പറ. അതെ, ഈ പിള്ളേർക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നീ പിടിച്ചിരിക്കും. എന്നെ കൊണ്ട് പറ്റൂല. എനിക്ക് ടെൻഷൻ എന്റെ മുഖത്ത് കാണും. നീ മുടിയിലെ കാര്യങ്ങൾ ഇവിടെ നിൽക്കായിരുന്ന ഞാൻ ആ ഫ്രണ്ട് മൊത്തം തപ്പി. പിന്നെ അച്ഛന്റെ റൂമിലും തപ്പി. അവിടെ കാണാറില്ല വിചാരിച്ചു ഇവിടെ കാണും. പിന്നെ ഇവിടെ കൂടെ തന്ന തപ്പാത്തത്. ഓ സോറി സോറി സോറി. അതിന്റെ ഇളിയുണ്ട് അവന്റെ. അവിടെ വന്ന് നമ്മുടെ ഇടയിലുള്ള സംഭാഷണത്തിന്റെ ഇടയിൽ കയറി അവൻ സോറിയും പറഞ്ഞ് ഒരു ഇളിച്ച ചിരി ചിരിച്ചോണ്ട് പോയി. വാള് വേറെ ലെവലാണ് കേട്ടോ. നിങ്ങളുടെ സീക്രട്ട് പ്ലേസ് എന്തായാലും കൊള്ളാട്ടോ. ആർക്കും അറിയില്ല. ലോകത്ത് എല്ലാവർക്കും അറിയ സ്ഥലം. കാര്യം ചെയ്യ്. മുടിയുടെ അടുത്ത് കല്യാണ കാര്യം പറഞ്ഞ് മനസ്സിലാക്ക്. ഞാൻ കിടന്ന് കരയണമെന്ന് പറ. അച്ഛൻ വിഷമിച്ചാൽ പറയണമെന്ന് പറയണി. നീ പറഞ്ഞാൽ കേൾക്കും. അല്ല, ഞാൻ പറയട്ടെ, ഈ ഇങ്ങനെ മുമ്പ് ഇങ്ങനെ കല്യാണ ചർച്ച വരുമ്പോൾ 1-2 ദിവസം ഇങ്ങനെ സംഭവം അങ്ങ് തീർന്നാണല്ലേ. ഇപ്പൊ നീണ്ടു പോണത്. നിങ്ങൾ നീട്ടിക്കൊണ്ടുപോകണം. ഇപ്രാവശ്യം പഴയപോലല്ല. മുടിയെ വെറുതെ വിടരുത്. കൂടി ശല്യപ്പെടുത്തി കല്യാണം സമ്മതിക്കണം. എന്തു പറയണത്? ഭയങ്കര കഷ്ടം. തലവരെ എടുക്കുന്നുണ്ട്. കുറെ ദിവസമായി തുടങ്ങിയിട്ട്. പിന്നെ അനുഭവിച്ചോടി. അനുഭവിക്കാൻ എന്താ ഉള്ളത്? അമ്മ ഇത് കാണുന്നു. ഞാൻ റാപ്പ് സോങ് കേൾക്കും. ഒന്നുമില്ല. അല്ല, അമ്മ പറയുമ്പോഴ കാര്യം നിനക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നറിയാം. നിന്നെ ഇവിടെ ആരും ഒന്നിനും നിർബന്ധിക്കുന്നൊന്നും അല്ല. നീ ഒരു കല്യാണമൊക്കെ കഴിച്ച് കുടുംബമായിട്ട് ജീവിക്കുന്നത് കാണാൻ നമുക്കൊരു ആഗ്രഹം ഉണ്ടാവില്ലേ? ആ ആഗ്രഹം കൊണ്ട് പറഞ്ഞു പോണതാ ഇതൊക്കെ. എനിക്കറിയാമ. നിക്കുന്നോണ്ട് കുഴപ്പമില്ല. മിണ്ടാതെ നിന്നോണം. ശരി. നീയേ അച്ഛൻ്റെ മുഖത്ത് എന്താ നോക്കാത്തത്? അച്ഛൻ എൻ്റെ മുഖത്ത് നോക്കില്ലല്ലോ. അച്ഛൻ അങ്ങനെ ചെയ്താൽ നീയോ അതേപോലെ തന്നെ ചെയ്യോ? ഓ, ഞാൻ മിണ്ടാന്നോളെ. നീ എത്ര ദിവസമാടാ അച്ഛൻ്റെ മുഖത്തേക്ക് ഒന്ന് മിണ്ടിയിട്ട്? കുറെ ദിവസമല്ല, ഒരു 4-5 ദിവസമെങ്കിലും ആയി കാണും. ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള സംഭവമാണ്. ഇവിടെ നിൽക്കണമെങ്കിൽ മിണ്ടാതെ നിന്നോണം. സോറി അമ്മ, ഞാൻ പറഞ്ഞു. അച്ഛൻ എന്തോരം വിഷമമുണ്ടെന്ന് അറിയാമോ?
എന്താ കാര്യം അമ്മാ? ഉം? എന്ത് കാര്യം എന്ത് പറ അമ്മ, കാര്യം പറ. അല്ല ഇന്നലെ രാത്രി ഭയങ്കര കരച്ചിലായിരുന്നു നിന്റെ പേരും പറഞ്ഞിട്ട്. ആര്? അച്ഛൻ. അച്ഛൻ കരഞ്ഞാ? പിന്നെന്താ അച്ഛന് കരഞ്ഞൂടെ? അല്ല അച്ഛൻ കരഞ്ഞെന്ന് പറഞ്ഞപ്പോ ഈ വിശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ട്. അതുകൊണ്ട് പിന്നെ അച്ഛന് കരയാൻ പാടില്ലേ? സങ്കടം വന്ന് ആരാണെങ്കിലും കരയും. പിള്ളേര് കരയുമ്പോഴാണ് കരഞ്ഞത്. നിന്റെ കല്യാണക്കാരോ നീ മിണ്ടാത്തതിനെ കുറിച്ചൊക്കെ പറഞ്ഞാ കരഞ്ഞത്. അമ്മ നിനക്കെന്ത് വിശ്വാസം വരുന്നില്ലേ? ഡാ അച്ഛനൊന്നും വിളിച്ചിട്ട് വന്നേ. ഇപ്പൊ എന്തിനാ വിളിക്കണം അച്ഛനെ ഇങ്ങോട്ട്? അച്ഛൻ വരട്ടെ, ഈ പ്രശ്നത്തിന് ഒരു അറുതി വരണമല്ലോ. കൂടെ ഒരു പ്രശ്നമാവുന്നുണ്ടോ? പാറുവേ. ഇല്ല, മിണ്ടതല്ല. ഡാ അച്ഛൻ വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പറഞ്ഞാ നീ ഒന്നും പറയരുതോട്ടെ തിരിച്ച്. അമ്മ അതിനാണ് ഞാൻ മാക്സിമം ശ്രമിക്കണത്. പക്ഷെ അച്ഛന് സംസാരം കിട്ടും. വിഷ്ണുവേ. എന്താണ് വിളിച്ചത്? ആ ഇങ്ങ് വാ, ഇവിടെ ഇരിക്കേ. എവിടെ ഇരിക്കേ? മാറണോളെ ഇവിടെ ഇരിക്കേ. ഇവിടെ ഇരുന്നേ. എന്താണ്? ഇവിടെ ഇരിക്കേ. ആ നീ ഇവിടെ പിടിച്ചിരുത്ത്. എന്തിനാ വല്ലവൻ്റെ വായിരിക്കണത് കേൾപ്പിച്ചാ? കേട്ടോ മടുത്ത്. എന്തേ? അല്ല ഇന്നലെ രാത്രി നിങ്ങൾ കരഞ്ഞെന്ന് പറഞ്ഞിട്ട് ഇവിടെ ആരും വിശ്വസിക്കണില്ല. ഇന്നലെ രാത്രി ആര് കരഞ്ഞു? എനിക്ക് പണി എടുത്തു. ഓ എല്ലാവരും മുമ്പ് വെച്ച് കരഞ്ഞെന്ന് പറയാൻ നാണക്കേടായിരിക്കും. നിങ്ങൾ കരഞ്ഞില്ലേ? അതിൻ്റെ ഇന്നലെ രാത്രി മാത്രമല്ലേ, മിക്കവാറും ദിവസങ്ങളിൽ ഞാൻ കരയും. രാമോഹൻ പറഞ്ഞിട്ടുണ്ട്, എടാ അതിൻ്റെ അവസാന കാലത്ത് നീയും ഭാര്യയും മക്കൾ കാരണം കരയുമോ? നമ്മൾ കാരണം ആരും കാണില്ല. ഇന്നലെ നീ കണ്ട്. അച്ഛാ തന്നെയാണ് അച്ഛനെ വിളിച്ചത്. ബാലു എന്തോന്നത്? അച്ഛൻ വെറുതെ ജാട കാണിക്കരുത് കേട്ടോ അച്ഛാ. രാത്രി മൊത്തം പിള്ളേര് കിടന്ന് കരയണ പോലെ കിടന്ന് കരഞ്ഞിട്ട്. അത് എന്നെപ്പോലെ സാധാരണ അച്ഛന്മാരെ കുഴപ്പമാണ്. മക്കളങ്ങ് അതിരിട്ട് സ്നേഹിക്കും. മക്കളിപ്പോഴും കൊച്ചു കുട്ടികളാണ് വിചാരം. ഇടുപ്പിലിങ്ങനെ ഒക്കത്തിരിക്കുന്ന പിള്ളേരൊന്നും. പിള്ളേർ വലുതാവണമെന്ന് നമ്മൾ അറിയില്ല. നമ്മൾ പറയണത് ഓരോന്ന് പിള്ളേർ കേൾക്കാതാവുമ്പോഴേ നെഞ്ചാണ് പൊട്ടുന്നത്. ആ പൊട്ടി പറഞ്ഞ ചോരയാണ് കണ്ണിരാറ്റ് വീണത്. അത് എത്ര തുടച്ചാലും പോറില്ല. അതിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. അച്ഛാ ചേട്ടാ കരഞ്ഞോണ്ടാണ് പോയത്. ശാപം കിട്ടിക്കഴിഞ്ഞാൽ താങ്ങൂല കേട്ടോ.